ഹലോ ബ്യൂട്ടിഫുൾ സോൾ, വെൽക്കം ടു സ്പിരിച്വൽ ജേണി. ഇന്നത്തെ വീഡിയോ ഒരു അനൗൺസ്മെൻ്റ് ആട്ടോ. നമ്മൾ ന്യൂ ഇയർ റിലേറ്റഡ് ഒരു കാൻഡിൽ റിച്വൽ ചെയ്യുന്നുണ്ട്. ഞാൻ യൂഷ്വലി ചെയ്യാറുള്ളതാണ്. ഞാൻ എനിക്കും എൻ്റെ ഫാമിലി മെമ്പേഴ്സിനും അതുപോലെ തന്നെ എൻ്റെ ക്ലോസ് പീപ്പിൾ ലൈക്ക് ദ പീപ്പിൾ ഹു ട്രൂലി ആൻഡ് സിൻസിയർലി ലവ്സ് മീ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് നമ്മുടെ സ്പിരിച്വൽ ജേർണീൻ്റെ ഫാമിലി മെമ്പറിൻ്റെ അകത്തുള്ള നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് ഈ വീഡിയോൻ്റെ താഴെ ഞാനൊരു മെസ്സേജ് പിൻ ചെയ്യാം. അതിൻ്റെ റിപ്ലൈ ആയിട്ട് നിങ്ങളുടെ പേര് നിങ്ങൾ കൊടുക്കുക. ഞാൻ ചെയ്യുന്ന റിച്വലിൻ്റെ അകത്ത് ഐ വിൽ ഇൻക്ലൂഡ് യു ഓൾസോ. ആൻഡ് എവറിത്തിങ് നീഡ് എനർജി എക്സ്ചേഞ്ച്. നമ്മൾ സ്പിരിച്വലി എന്ത് ചെയ്യുമ്പോൾ വി നീഡ് എനർജി എക്സ്ചേഞ്ച് ആൻഡ് ദാറ്റ് എനർജി എക്സ്ചേഞ്ച് ഞാനും നിങ്ങളും തമ്മിൽ ആ എനർജി എക്സ്ചേഞ്ച് ഷുഡ് ബി ദ ലവ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. എനിക്ക് നിങ്ങളോടുള്ള ലവ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് നിങ്ങൾക്ക് എന്നോടുള്ള ലവ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡാണ് ഈ ഒരു റിച്വലിൻ്റെ എനർജി എക്സ്ചേഞ്ച്. ലൈക്ക് നിങ്ങളിപ്പം തമാശക്ക് എന്നെ കളിയാക്കാൻ വേണ്ടി ചുമ്മാ പേര് തരുവാണെങ്കിൽ ഇറ്റ് ഡസൻ വർക്ക് ബിക്കോസ് എനർജി എക്സ്ചേഞ്ച് ബിറ്റ്വീൻ നമ്മൾ തമ്മിലെ എനർജി എക്സ്ചേഞ്ച് ഇസ് എ ട്രൂ ലവ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. അതുകൊണ്ട് നിങ്ങൾ ചുമ്മാ പേര് തന്നിട്ട് ഞാൻ ആ റിച്വൽ ചെയ്താൽ ഇറ്റ് ഡസൻ വർക്ക് ഫോർ യു, അതൊന്നും ആവത്തില്ല. ആൻഡ് ഞാൻ ഈ റിച്വൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവിടുന്ന് യു മസ്റ്റ് പുട്ട് ദ ഇൻറ്റൻഷൻ. നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് നിങ്ങൾ അവിടെ ഇരുന്നിട്ട് നിങ്ങൾ അറ്റൻഷൻ കൊടുക്കണം. ലൈക്ക് ഇപ്പം നിങ്ങൾക്ക് വേണ്ടത് ബ്ലെസ്സിങ് ആൻഡ് പ്രൊട്ടക്ഷൻ ആണെങ്കിൽ യു മസ്റ്റ് സേ താങ്ക് യു ഗോഡ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഹോളി ഫാദർ ദ ക്രിയേറ്റർ ഫോർ യുവർ അബണ്ടൻസ് ബ്ലെസ്സിങ് ഓൺ മീ. അത്രയും പറയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഭാഷയിൽ നിങ്ങൾക്ക് പറയാം. ദൈവമേ, നിങ്ങൾ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹത്തിനും സംരക്ഷണത്തിനും എല്ലാത്തിനും കുറേ നന്ദി. ആ ഒരു ഇൻറ്റൻഷൻ നിങ്ങൾ മനസ്സിൽ വെക്കുക. ആൻഡ് ഐ വിൽ ഡു ദ റിച്വൽ ഫ്രം യു. നിങ്ങൾക്ക് വേണ്ട റിച്വൽ ഞാനടുത്ത് ചെയ്തോളൂ, റിച്വൽ വർക്ക് ഞാൻ ചെയ്തോളൂ. ബട്ട് അതേപോലെ തന്നെ പിന്നെ വി മസ്റ്റ് ഹാവ് ഒരു ചാനൽ. നമ്മൾ തമ്മിൽ ഞാൻ ആൻഡ് നിങ്ങൾ തമ്മിൽ ഒരു ചാനൽ ഉണ്ടാവും, ക്രിയേറ്റഡ് ആവും ഓട്ടോമാറ്റിക്കലി. ബിക്കോസ് നിങ്ങൾ സ്പിരിച്വൽ വർക്കിൻ്റെ അകത്തുണ്ട്, ഞാനും സ്പിരിച്വൽ വർക്കിലുള്ള ആൾക്കാരാണ്. വി ആർ ഡൂയിങ് ഡിവൈൻ ലൈറ്റ് വർക്ക്. അപ്പം നമ്മൾ തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടാവും. അതാണ് ഈ ഒരു റിച്വലിൻ്റെ അകത്ത് നമ്മൾ തമ്മിൽ ഒരു എനർജി എക്സ്ചേഞ്ച്. ആൻഡ് ഇനിയിപ്പം നിങ്ങൾക്ക് ചെയ്യേണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. വാട്ട് യു ഹാവ് ടു ഡു ഇസ് ടേക്ക് എ കാൻഡിൽ. ഗ്രീൻ കാൻഡിൽ ഇസ് ദ ബെസ്റ്റ്. ഗ്രീൻ കാൻഡിൽ കിട്ടുവാണെങ്കിൽ ഒത്തിരി നല്ലതാണ് ഗ്രീൻ കാൻഡിൽ. നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനും ഒത്തിരി ഹെൽപ്ഫുൾ ആവുന്ന ഒരു കളറുമാണ്, ഗ്രോത്തിനുള്ള ഒരു കളറാണ് ഗ്രീൻ. ആൻഡ് സോ ഗ്രീൻ കാൻഡിൽ ഇസ് വെരി പവർഫുൾ ഫോർ ബ്ലെസ്സിങ്, പ്രൊട്ടക്ഷൻ, ഹാപ്പിനെസ്, സക്സസ് ആൻഡ് എവറിത്തിങ്. ഇപ്പോൾ ഗ്രീൻ കാൻഡിൽ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് സാധാരണ നോർമൽ കാൻഡിൽ എടുക്കാം. നോർമൽ ഇച്ചിരി വലിയ ക്യാൻഡിൽ കിട്ടുമ്പോൾ ഒത്തിരി നല്ലത്. ബിക്കോസ് നമ്മൾ ന്യൂ ഇയർ റിച്വലാണ് ചെയ്യുന്നത്. സോ അതിനനുസരിച്ച് കുറച്ച് വലിയ ക്യാൻഡിലാണെങ്കിൽ നല്ലതാണ്. ഇനിയിപ്പോൾ വലിയ ക്യാൻഡിൽ കിട്ടിയില്ല എങ്കിൽ ഒരു കുഴപ്പമില്ല, നോ കണ്ടീഷൻസ് അറ്റ് ഓൾ. നിങ്ങൾക്ക് കിട്ടിയ ക്യാൻഡിൽ വെച്ച് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പേപ്പറിൻ്റെ അകത്ത് യു റൈറ്റ് താങ്ക് യു യൂണിവേഴ്സ് ഫോർ ഓൾ ദ ബ്ലെസ്സിങ്, പ്രൊട്ടക്ഷൻ, ഗൈഡൻസ്, ഹീലിംഗ് ഓൺ മീ ആൻഡ് മൈ ഫാമിലി. നിങ്ങൾക്ക് നിങ്ങളെ വേറെ ആരെങ്കിലും ക്ലോസ് വൺസിനെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടെങ്കിൽ അവരുടെ പേരും കൂടി നിങ്ങൾക്ക് ഇതിനകത്ത് മെൻഷൻ ചെയ്യാം. സോ പേപ്പറിൻ്റെ അകത്ത് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻ എഴുതിക്കതിന് ശേഷം പേപ്പർ നല്ലോണം രീതിയിൽ മടക്കിയിട്ട് ഒരു തളികയിൽ വെക്കുക. തളികയിൽ വെച്ചതിന് ശേഷം ഈ ക്യാൻഡിലും നമ്മൾ വി മസ്റ്റ് പുട്ട് ഇൻറ്റൻഷൻ ടു ദ ക്യാൻഡിൽ ഓൾസോ. ലൈക്ക് ക്യാൻഡിൽ രണ്ട് കയ്യിൽ കൊണ്ട് ക്യാൻഡിൽ പിടിച്ചിട്ട് യു ഹാവ് ടു സേ ദ സെയിം അഫർമേഷൻ ദാറ്റ് thank you universe, the Holy Father, the Creator, for all the abundance, blessing, protection, guidance and healing that you've given me on me, and you blessed on me and on my family and all my truly loving sincere people around me in the planet. ഈ ക്യാൻഡിൽ സ്റ്റാൻഡിൽ വെക്കുക. ആൻഡ് നമ്മൾ ഓൾറെഡി ഇതിനകത്ത് പേപ്പർ വെച്ചിട്ടുണ്ട്. ആ പേപ്പറിൻ്റെ മേലെ ലൈക്ക് ദിസ് ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ പുറത്ത് പൂജാമുറിയിലല്ല, പുറത്ത് ബാൽക്കണിയിലോ മുറ്റത്തോ. ഇപ്പോൾ രാത്രി 12 മണിക്ക് മുറ്റത്തിറങ്ങാൻ പേടിയുണ്ടാവും. ബട്ട് ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ ചെയ്യുന്ന നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങൾ സേഫായിട്ട് ചെയ്താൽ മതി. ബാൽക്കണിയിൽ വെക്കാം, ഇല്ലെങ്കിൽ ജനവാതിൽ തുറന്ന് ജൽവാൻ്റെ അടുത്ത് വെക്കാം. ഇനി ഇതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, പുറത്ത് ഡയറക്റ്റായിട്ട് വെക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഇറ്റ്സ് ഓക്കെ, നിങ്ങൾ പൂജാമുറിയിൽ വെച്ചോളൂ, നോ കണ്ടീഷൻസ്. ഇനി ഇതും നിങ്ങൾക്ക് രാത്രി ചെയ്യാൻ പറ്റൂല, എന്തെങ്കിലും കുഞ്ഞു ഭാവിയിലുള്ള ആൾക്കാർക്ക് രാത്രി 12 മണിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി അതേപോലെ തന്നെ വർക്കിന് പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് 12 മണിക്കൊന്നും ഇത് ചെയ്യാൻ
ചെയ്യാൻ പറ്റത്തില്ല. സോ അങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേര് എനിക്ക് മെസ്സേജ് അയക്കി, ഞാൻ ചെയ്തോളൂ നിങ്ങൾക്ക് പഠിച്ച്. ബട്ട് നിങ്ങൾ മനസ്സിൽ യു ഹാവ് ടു കീപ് ദ പ്രയർ അഫർമേഷൻ, നിങ്ങൾ ആ ഇൻറ്റൻഷൻ വെക്കണം. ഞാനിവിടുന്ന് ചെയ്യുന്നുണ്ട്, പ്രാർത്ഥന നിങ്ങൾ കൊടുക്കണം, ഞാൻ ഇവിടുന്ന് കാര്യങ്ങൾ ചെയ്തോളും. ഞാൻ ഓവറോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു കോമൺ പ്രയർ ഞാൻ ചെയ്യും. അതേപോലത്തെ അതിൻ്റെ അകത്ത് ബ്ലെസ്സിങ്, പ്രൊട്ടക്ഷൻ, ഗൈഡൻസ് എല്ലാം തന്നെ ഉണ്ടാവുക. അതേപോലെ നിങ്ങൾ നിങ്ങളെ ഇൻറ്റൻഷൻ വെക്കുക, എന്താണോ നിങ്ങളുടെ ഇൻറ്റൻഷൻ. ആൻഡ് സിറ്റ് ദാറ്റ് ഫോർ 5 to 10 minutes. 10 minutes 12 മണിക്ക് ഇരുന്ന് ലൈക്ക് ക്യാൻഡിൽ കൊടുത്തിക്കതിന് ശേഷം 12 മണിക്ക് ഇരുന്ന് ഒരു 10 minutes എങ്കിലും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യും. കോൺസെൻട്രേറ്റ് ഓൺ Sahasrara chakra and imagine a wide beam of light is flowing all over your body. With that wide beam of light is abundance blessing, abundance protection, abundance guidance, abundance love, and unconditional love is flowing over you, on your body, on your aura. ദൈവത്തിൻ്റെ ചൈതന്യം, ദൈവത്തിൻ്റെ അനുഗ്രഹവും സ്നേഹവും സംരക്ഷണം എല്ലാം ആണ് നിങ്ങൾ റിസീവ് ചെയ്യുന്നത്. ഇമാജിൻ ദാറ്റ് ആൻഡ് സിറ്റ് ഫോർ 10 minutes ഇൻ മെഡിറ്റേഷൻ. കുറേ ഹെൽപ്പ് ചെയ്യും, കുറേ അനുഗ്രഹം കിട്ടും നിങ്ങൾക്ക് ഈ റിച്വൽ ചെയ്താൽ തന്നെ. സോ പറ്റുന്ന ആൾക്കാർ ചെയ്യും, എല്ലാത്ത ആൾക്കാർക്ക് ഞാൻ ഇവിടുന്ന് ചെയ്തോളും. ഐ വിൽ ഡു ഫോർ യു. ആൻഡ് നെക്സ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അല്ലേ? ഞാൻ എൻ്റെ വർത്താനിൽ ക്ലാരിറ്റി കുറവ് എന്നുള്ള കുറച്ച് കമൻറ്റ്സ് വരുന്നുണ്ട്. ഞാൻ മാക്സിമം ശ്രദ്ധിച്ചിട്ടാണ് സംസാരിക്കുന്ന, ക്ലാരിറ്റിയോടെ ശ്രമിക്കുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ഓരോരോ രീതികൾ ഉണ്ടാവുമല്ലോ, ദൈവം സൃഷ്ടിക്കുമ്പോൾ തന്നെയുള്ള ചില സംസാര രീതികളും എല്ലാം ഉണ്ടാവുമല്ലോ. അപ്പം അതിൻ്റെ ഒരു എന്നെ സൃഷ്ടിച്ചപ്പോൾ ഉള്ള ഒരു ഇതായിരിക്കാം സംസാരത്തിൽ ക്ലാരിറ്റി കുറവെന്നുള്ളത്. സോ സ്റ്റിൽ ഐ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഐ ട്രൈ ടു ക്ലിയർ ഇറ്റ് ഔട്ട്. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോ. ഞാൻ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അപ്പം തന്നെ ഞാൻ റിപ്ലൈ ചെയ്തില്ലെങ്കിൽ എന്തായാലും വിത്തിൻ 1 or 2 days ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യും. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നമോ ഹിമാലയ.